ഞങ്ങളുടെ സംഗീത ടീച്ചർ, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആണെങ്കിൽ ബോയ്സിലോട്ട് മാറ്റി എല്ലാ ടീച്ചേഴ്സിനെയും ബോയ്സിലോട്ടും ഗേൾസിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. അതുകൊണ്ട് പിന്നെ സ്കൂൾ മാനേജ്മെന്റ് ഇതിനൊക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സിനെ ഇവിടുന്ന് ബോയ്സിലോട്ടും ഗേൾസിലോട്ടും കൊണ്ടുപോവാണ്. ഞങ്ങൾക്ക് ഇവിടെ നല്ല ടീച്ചേഴ്സ് ആയിട്ട് ഇവിടെ ആരും ഇല്ല. ഞങ്ങൾക്ക് ഇവിടെ പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ സംഗീത ടീച്ചറിനെ തിരിച്ചു കൊണ്ടുവരണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരും ഇവിടെ ഇന്ന് സംഗീത ടീച്ചർ ഇവിടെ നമ്മുടെ ക്ലാസ് ടീച്ചറായിട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ആരും സ്കൂളിലോട്ട് കയറത്തില്ല. ഞങ്ങൾ സ്കൂൾ മാറാൻ പോവാണ്. ഇവിടെ മാനേജ്മെന്റ് ഒരാളെ ഒരു ടീച്ചർ പന്ന ടീച്ചേഴ്സിനെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് നല്ല ടീച്ചേഴ്സിനെ എല്ലാം അങ്ങോട്ട് പോകുന്നത്. കലോത്സവത്തിന് 2 ടീച്ചേഴ്സ് ആയിരുന്നു ഇവിടുന്ന് മെയിൻ ആയിട്ട് പോകുന്നത്. ആ 2 ടീച്ചേഴ്സിനെ ബോയ്സിലോട്ടും ഗേൾസിലോട്ടും കൊണ്ടുപോയി. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ സംഗീത ടീച്ചറിനെ ഇവിടുന്ന് പെട്ടെന്നൊരു തീരുമാനം, മാനേജ്മെന്റിന്റെ പെട്ടെന്നുള്ള ഒരു തീരുമാനം കാരണം ബോയ്സിലോട്ട് മാറ്റുകയായിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങള് ഇനി തൊട്ട് ക്ലാസ്സിലോട്ട് സ്കൂൾ മാറുകയാണ്. സംഗീത ടീച്ചറിനെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത്. 8ാം ക്ലാസ് തൊട്ടുള്ള ക്ലാസ് ടീച്ചറായിരുന്നു സംഗീത ടീച്ചർ. സംഗീത ടീച്ചറിനെ മാറ്റി ഞങ്ങൾ എല്ലാവരും സ്കൂൾ മാറും. ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം ഇത്. സംഗീത ടീച്ചർ ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഇവിടെ സംസ്കൃതം ടീച്ചർ ഇതുവരെ തിരിച്ചു വന്നിട്ടുമില്ല. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലെന്നല്ല, സംസ്കൃതം ടീച്ചർ പഠിപ്പിക്കാൻ ടീച്ചർ ഇതുവരെ വന്നിട്ടില്ല. എല്ലാ ടീച്ചേഴ്സിനെയും ഇവിടുന്ന് മാറ്റുക. കലോത്സവത്തിന് വേണ്ടി എല്ലാരെയും കൊണ്ടുവന്ന ടീച്ചറായിരുന്നു സംഗീത ടീച്ചറും ആശു ടീച്ചറും. അവരെ ഇവിടുന്ന് സ്കൂൾ ട്രാൻസ്ഫർ കൊടുത്ത് മാനേജ്മെന്റ് മാറ്റിയിരിക്കും. അത് ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞങ്ങളുടെ അഭിപ്രായം. മാനേജ്മെന്റ് ഉടനെ എടുത്തൊരു തീരുമാനമാണ്. ഞങ്ങളുടെ ഇവിടെ സംഗീത ടീച്ചർ ഞങ്ങൾക്ക് ഇവിടെ വേണം. ഞങ്ങൾ സംഗീത ടീച്ചർ ഇവിടെ വരാതെ ഞങ്ങൾ ക്ലാസ്സിൽ കയറത്തില്ല. ഇവിടെ വന്ന് ഒപ്പിടാതെ ഇവിടെ വന്ന് ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ ക്ലാസ്സിൽ കയറത്തില്ല. ഞങ്ങൾ ഈ സ്കൂൾ ഇവിടുന്ന് മാറും. പുനലൂർ ചെമ്മന്തൂർ HSലെ അധ്യാപികയെ അകാരണമായി സ്ഥലം മാറ്റിയ താലൂക്ക് സമാജം മാനേജ്മെന്റിന്റെ നടപടികൾക്കെതിരെ പ്രതിഷേധം. മാനേജ്മെന്റിന്റെ ഈ നടപടികൾ അവസാനിപ്പിക്കുകയും സ്ഥലമാറ്റ നടപടികൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സ്കൂളിലെത്തി പ്രതിഷേധം നടത്തി. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മാനേജ്മെന്റ് പ്രതിനിധികളുമായി നടന്ന ചർച്ചയിൽ ജൂലൈ മാസം 10-ാം തീയതിക്കകം സ്ഥലം മാറ്റപ്പെട്ട അധ്യാപികയുടെ സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദാക്കി പുനർനിയമനം നടത്താമെന്ന് ഉറപ്പ് ലഭിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധ പരിപാടികൾ അവസാനിച്ചത്. സമാജം സെക്രട്ടറി C. വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നത്. ചെമ്മന്തൂർ വാർഡ് കൗൺസിലർ ബിജു കാർത്തികേയൻ, PTA പ്രസിഡന്റ് ബിദു കാർത്തികേയൻ, PTA വൈസ് പ്രസിഡന്റ് ഗോപു വി നായർ, PTA MPTA അംഗങ്ങളായ പ്രമീള, ബ്ലെസി വിൽസന്റ്, സുമിത ഉത്തമൻ, സജിത, സുപ്രിയ, ഐശ്വര്യ, ഫേബ, അപർണ, അശ്വതി, സന്ധ്യ ശരവണൻ, രമ്യ, രാജി എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.